നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് വേർഡ് സ്ട്രെസ് ഓർ ആക്സെന്റ്. ഇറ്റ് ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ ഓഫ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷതയാണ് വേർഡ് സ്ട്രെസ് ഓർ ആക്സെന്റ് എന്നുള്ളതാണ്. ഓൾമോസ്റ്റ് ഓൾ വേർഡ്സ് ഇൻ ഇംഗ്ലീഷ് ആർ സ്ട്രെസ്ഡ്. മിക്കവാറും എല്ലാ പദങ്ങൾക്കും എന്തുണ്ടായിരിക്കും? സ്ട്രെസ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ആക്സെന്റ് ഉണ്ടായിരിക്കും. അപ്പോൾ മോണോസിലബിക് വേർഡ്സ് ആണെങ്കിൽ പിന്നെ അതിൽ സംശയമില്ല. മോണോസിലബിക് മീൻസ് ഒറ്റ സിലബിൾ മാത്രമുള്ള പദങ്ങളാണെങ്കിൽ, ഇപ്പോൾ സപ്പോസ് ലുക്ക് ചെയ്യാം, ഗോ, ഇറ്റ്സ് എ മോണോസിലബിക് വേർഡ്. സോ ദ പ്രൈമറി ആക്സെന്റ് ഈസ് ഹിയർ, ഗോ. കം, ഒറ്റ സിലബിൾ മാത്രമേ ഉള്ളൂ. ഒരു സിലബിൾ മാത്രമുള്ളതാണെങ്കിൽ ഫസ്റ്റ് സിലബിൾ മീൻസ് എന്താണ്? തുടക്കത്തിൽ തന്നെയാണ് എന്ത് കൊടുക്കേണ്ടത്? സ്ട്രെസ് കൊടുക്കേണ്ടത്. ഓക്കെ. അപ്പോൾ മോണോസിലബിക് വേർഡ്സ് ആണെങ്കിൽ സ്ട്രെസ്സിന് ഒരു പ്രശ്നമേ അല്ല. മോണോസിലബിക് വേർഡ്സ് എന്ന് പറഞ്ഞാൽ ഒറ്റ സിലബിൾ മാത്രമുള്ളതാണ്. ഒരു സിലബിളിനെ നിർണ്ണയിക്കുന്നത് അതിൽ വവൽസ് ആണ്. ശരിക്കും ശ്രദ്ധിക്കാം. വവൽസിന്റെ എണ്ണം, ഒരു പദത്തിന്റെ വവൽസ്, ഒരു പദത്തിൽ അടങ്ങിയിരിക്കുന്ന വവൽസിന്റെ എണ്ണവും അതിലെ സിലബിളും എന്തായിരിക്കും? കറക്റ്റ് ആയിരിക്കും. പക്ഷേ ഏതൊക്കെ വേർഡ്സിനാണ് സ്ട്രെസ് വരുന്നത് എന്ന് മനസ്സിലാക്കണമെങ്കിൽ, സി, the words in English can be classified into two categories. One is the content words and the other one is the empty words. ഇംഗ്ലീഷിലുള്ള പദങ്ങളെ, ഇത് മോഡേൺ ക്ലാസിഫിക്കേഷൻ ആണ്. content words and empty words. Content means words which have independent meaning. സ്വതന്ത്രമായിട്ട് അർത്ഥം കിട്ടുന്ന പദങ്ങളാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്? content words. empty words എന്ന് പറഞ്ഞാൽ structural items or grammatical items എന്നുള്ളതാണ്. See, the traditional classification was parts of speech. Parts of speech എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ noun, okay, verb, adjective, adverb. ഇത്രയും ശ്രദ്ധിക്കാം. ഇതാണ് content words. noun, verb, adjective, adverbs. ബാക്കി വരുന്നത് നമുക്കറിയാം. preposition are there, prepositions are there, conjunctions are there, auxiliaries are there, interjections are there, but they are not stressed. Those items are grammatical items. They do not have independent meaning. They get meaning when they become a part of the sentence. ഇവിടെ ശ്രദ്ധിക്കാം. The man is cutting a tree with an axe. Look here. It's a statement. The man is cutting a tree with an axe. The. It's an empty word. It doesn't have a meaning of its own. Man. It's a content word. Is again empty word. Cutting. It's a content word. A again empty word. Tree. It's a content word. With empty word. An empty word. Axe content word. അപ്പോൾ ദ മാൻ ഈസ് കട്ടിങ് എ ട്രീ വിത്ത് എൻ ആക്സ് എന്നുള്ളതിൽ മാൻ എന്നുള്ളതിന് സ്വതന്ത്രമായിട്ടുള്ള അർത്ഥമുണ്ട്. കട്ട് അല്ലെങ്കിൽ കട്ടിങ് എന്നുള്ളതിന് സ്വതന്ത്രമായിട്ടുള്ള അർത്ഥമുണ്ട്. ട്രീ എന്നുള്ളത് കണ്ടന്റ് വേർഡാണ്, സ്വതന്ത്രമായിട്ടുള്ള അർത്ഥമുണ്ട്. ആക്സ് എന്നുള്ളത്. അപ്പൊ ഈ ഒരു സെന്റൻസിൽ മാനിന് സ്ട്രെസ് വരും, കട്ടിങ് എന്നുള്ള പദത്തിന് സ്ട്രെസ് വരും, ട്രീക്ക് സ്ട്രെസ് വരും, ആക്സിന് സ്ട്രെസ് വരും. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ദ എന്നുള്ള എംപ്റ്റി വേർഡാണ്. ദ ഈസ് ആൻ ആർട്ടിക്കിൾ. ഈസ് ഓക്സിലറി ആണ്. എ വീണ്ടും നമുക്കറിയാം ആർട്ടിക്കിൾ ആണ്. വിത്ത് പ്രിപ്പോസിഷൻ ആണ്. ആൻ വീണ്ടും അറിയാം ആർട്ടിക്കിൾ ആണ്. ആക്സ്. എവിടേക്കാണ് സ്ട്രെസ് വരേണ്ടതെന്ന് ആദ്യം മനസ്സിലാക്കണം, എന്നിട്ട് നമുക്ക് സ്ട്രെസ്സിലേക്ക് പോയാൽ മതി. അപ്പൊ നൗണ്, വേർബ്, എഡ്ജക്റ്റീവ്, ആഡ്വേർബ്, ഈ 4 ക്ലാസസിന് എന്തുള്ളൂ? സ്ട്രെസ് വരുന്നുള്ളൂ. ഇൻ അഡീഷൻ ടു ദാറ്റ്, അതിലുപരിയായിക്കൊണ്ട് there are demonstrative pronouns in English. This, that, these and those. These are demonstrative pronouns in English. ഡെമോൺസ്ട്രേഷന് വേണ്ടി ഉപയോഗിക്കുന്ന പ്രൊനൗൺസ് ആണ് ദിസ്, ദാറ്റ്, ദീസ്, ദോസ്.
When these words are used as demonstrative pronouns, they are also stressed.